എന്റെ കൂടെയുള്ളത് മാഹിർ അലി. ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ് എക്സാമിൽ 645 ഓൾ ഇന്ത്യ റാങ്ക് വാങ്ങി. ജെഇ മെയിനിൽ 605 റാങ്ക് വാങ്ങി. ഇതിപ്പോ കുസാറ്റിന്റെ റിസൾട്ട് വന്നതിൽ 3ാം റാങ്ക് വാങ്ങിയിരിക്കുകയാണ് മാഹിർ. ഒന്ന്, എന്താണ് ജെഇ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അഡ്വാൻസ്ഡിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണ്, സ്കൂൾ ഇതിന്റെ കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഈ കുട്ടികളൊക്കെ അത് കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരൊക്കെ പഠിക്കേണ്ട ബുക്സ് മാഹിറിന്റെ അഭിപ്രായത്തിൽ എന്തെല്ലാമാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, ഓരോ സബ്ജക്ട്സും എങ്ങനെയൊക്കെയാണ് മാഹിർ ഒരു മെറ്റീരിയൽ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മള് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രീവിയസ് ഇയറിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നത് എങ്ങനെയാണ്? ഇതിലെല്ലാ കുട്ടികൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ എങ്ങനെ സ്കൂളിന്റെ കൂടെ നമ്മള് മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ എക്സാം വൈ ജയിലൊക്കെ പഠിക്കുമ്പോൾ പല കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ സ്കൂളിൽ ഇതേപോലെ ഓൺ ഗോയിങ് ബാച്ചിലുണ്ടത്, എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? ഇനി ഓരോ സബ്ജക്ട്സ് വൈസ് ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഇതിന് ഓരോന്നിനും എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അല്ലെ എന്താണ്, എങ്ങനെയാണ് ഒരു ഹൗ ഷുഡ് സമൺ ഗോ അബൌട്ട് ഇറ്റ്? ഓൺലൈൻ ക്ലാസ് ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ ഒക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് കൂടിയാണ് എന്ത് ചെയ്യുന്നത്. സ്കൂളിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ സ്കൂളുകാർ നമ്മുടെ ഈ ഒരു ഡ്രീമിനോട് അലൈൻഡ് ആയിരുന്നു എന്താണ്? ഇതില് 2 എക്സാംസ് നമ്മൾ എടുക്കുക. അപ്പൊ ജെഇ മെയിൻസ് ആൻഡ് ജെഇ അഡ്വാൻസ്ഡ്, രണ്ടും ഡിഫറെന്റ് സ്വഭാവമുള്ള എക്സാംസ് ആണ്. ഫസ്റ്റ് ജെഇ മെയിനില് എന്തായിരുന്നു ഒരു ഫസ്റ്റ് ലെവൽ സ്ട്രാറ്റജി? ജെഇ മെയിനിൽ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത്? ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എന്റെ കൂടെയുള്ളത് മാഹിർ അലി. ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ് എക്സാമിൽ 645 ഓൾ ഇന്ത്യ റാങ്ക് വാങ്ങി. ജെഇ മെയിനിൽ 605 റാങ്ക് വാങ്ങി. ഇതിപ്പോ കുസാറ്റിന്റെ റിസൾട്ട് വന്നതിൽ 3ാം റാങ്ക് വാങ്ങിയിരിക്കുകയാണ് മാഹിർ. അപ്പോ വെൽക്കം. അപ്പോ മാഹിറിന്റെ ഒരു പ്രത്യേകത, ഫസ്റ്റ് ചാൻസിലാണ് ഈ അക്ലോയിഡ്സ് എല്ലാം മാഹിർ കരസ്ഥമാക്കിയിട്ടുള്ളത്. +2ന്റെ കൂടെ ഒരു റെഗുലർ സ്കൂളിൽ പോയിട്ട്, ഇന്റഗ്രേറ്റഡ് സ്കൂൾ പോലല്ല, റെഗുലർ സ്കൂളിൽ പോയിട്ട്, ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ അല്ലെ പോയിട്ട് അതിന്റെ കൂടെ കോച്ചിങ്, ഓൺലൈൻ ഹൈബ്രിഡ് കോച്ചിങ് പാലയിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് മാഹിർ ഈ റാങ്ക് ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ജെഇ അഡ്വാൻസിൽ എത്ര റാങ്കാണ്? 6ാം റാങ്കാണ് മാഹിറിനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, ഇതാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, മാഹിറിനോട് എനിക്ക് ഡിസ്കസ് ചെയ്യണം തോന്നിയ കാര്യങ്ങൾ, ഒന്ന്, എന്താണ് ജെഇ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അഡ്വാൻസ്ഡിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണ്, സ്കൂൾ ഇതിന്റെ കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഈ കുട്ടികളൊക്കെ അത് കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരൊക്കെ പഠിക്കേണ്ട ബുക്സ് മാഹിറിന്റെ അഭിപ്രായത്തിൽ എന്തെല്ലാമാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, ഓരോ സബ്ജക്ട്സും എങ്ങനെയൊക്കെയാണ് മാഹിർ പ്രിപ്പയർ ചെയ്ത്, ഇതൊക്കെ കേൾക്കാനാണ് ആളുകൾ വന്നിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ജെഇയുടെ ഡ്രീം എവിടുന്നാ തുടങ്ങിയത്? ഞാൻ ചെറുതാകുമ്പോഴൊക്കെ പാരന്റ്സിന്റെ ആഗ്രഹം ഞാനൊരു ഡോക്ടർ ആണെന്നായിരുന്നു. പക്ഷെ എനിക്ക് സബ്ജക്ട് വൈസ് ഇഷ്ടം മാത്സ്, ഫിസിക്സ് ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ ഞാനും പാരന്റ്സിന്റെ ഡ്രീമിന്റെ കൂടെ അങ്ങനെ പോയി. പിന്നെ ഒരു 10th എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്രില്യന്റിന്റെ സ്ക്രീൻ ടെസ്റ്റ് എഴുതി, ഏതെങ്കിലും ഒന്നെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ ജെഇ അതിലേക്ക് തിരിയണം. അപ്പം 10th സ്കൂളിൽ നടത്തിയ ഒരു ടാലന്റ് സെർച്ച് എക്സാമിന്റെ ടോപ്പേഴ്സിന് ഒരു ഫൈൻ ട്യൂണിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അതില് ആൾക്കാർ വന്നത് അജ്മൽ സാർ വന്നിരുന്നു, പിന്നെ NIT ഒരു പ്രൊഫസറൊക്കെ വന്നിരുന്നു. സമീർ സാറാണ് എനിക്കെന്റെ സമീർ സാർ പറഞ്ഞത്. അപ്പൊ അവരൊക്കെ പറയുന്ന കേട്ട് പിന്നെ എനിക്ക് മാത്സിനോടായിരുന്നു താല്പര്യം. പിന്നെ അങ്ങനെ ജെഇ ഈ IIT കയറണം എന്നുള്ള ഒരു സ്വപ്നം. അപ്പൊ നീറ്റ് ബാച്ചിൽ നേരെ ജെഇ ബാച്ചിലോട്ട് മാറി അല്ലെ? അതിന് മുമ്പ് മാഹിർ നേരത്തെ പറഞ്ഞു, മുമ്പ് നമ്മളെ എക്സാം വൈയുടെ NTSC ബാച്ചിൽ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞത്. എക്സാം വൈയുടെ NTSC ബാച്ചിൽ ഉണ്ടായിരുന്നു. അതെല്ലാം NTSC ക്യാൻസൽ ആയത്. NTSC ക്യാൻസൽ ആയത്. അവിടുന്നാണ് പിന്നെ ബ്രില്യന്റ് ടെസ്റ്റ് സീരീസ് എഴുതുന്നത്. പിന്നെ ഇങ്ങനെ ഒരു എന്തുകൊണ്ടൊരു ഗവൺമെന്റ് സ്കൂൾ തിരഞ്ഞെടുത്ത്? അത് ഇങ്ങനെ ഹൈബ്രിഡ് ആയിട്ടൊക്കെ കോച്ചിങ്ങിന് പോകുമ്പോ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ് നല്ലത്. CBSE ആകുമ്പോൾ ഇത്തിരി കൂടി ലോഡ് ഉണ്ടാവും. ബോർഡ് എക്സാംസ് ഒക്കെ ഇത്തിരി കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. വേറെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആലോചിച്ചില്ല ആ സമയത്ത്? ആലോചിച്ചിരുന്നു. പിന്നെ അത് പിന്നെ അവിടുന്ന് പറഞ്ഞത് എങ്ങനെയായാലും പഠിക്കലാണ് മെയിൻ, പഠിച്ചാൽ കിട്ടും. അപ്പൊ പിന്നെ ഇന്റഗ്രേറ്റഡ് ആകുമ്പോ ഇത്തിരി എക്സ്ട്രാ ഫീസും ഹോസ്റ്റൽ ഫീസൊക്കെ വരും. അപ്പം ഇതാണ് ബെസ്റ്റ് ചോയ്സ് തോന്നിയ. എനിക്കെപ്പോഴും തോന്നാറുള്ളത്, നമ്മൾ പലപ്പോഴും ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെന്റർ ഏതാണ്, ഏറ്റവും ബെസ്റ്റ് സ്കൂൾ ഏതാണ്, ഏറ്റവും ബെസ്റ്റ് പുസ്തകം ഏതാണ്, ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണെന്നൊക്കെ തെരഞ്ഞ് കുറെ സമയം കളയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു 70% എഫേർട്ട് നമ്മുടെ ഒരു എഫേർട്ടും, ബാക്കി 30% ഡെഫിനറ്റ്ലി ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ 70% എഫേർട്ട് നമ്മുടേതാണെന്നുള്ളത് അല്ലേ പല കുട്ടികളും തിരിച്ചറിയില്ല എന്നുള്ളത് എനിക്ക്
തോന്നാറുണ്ട്. റൈറ്റ്. അപ്പൊ നമ്മള് എന്തായിരുന്നു ഇപ്പൊ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ, എസ്പെഷ്യലി നീറ്റിൽ നിന്ന് ജെയിലോട്ട് ചാടി ഇനി 2 വർഷം അല്ലെങ്കിൽ കുറച്ച് സമയമാണ് ജെയ്ക്കുള്ളത്, എന്തായിരുന്നു പ്രിപ്പറേഷൻ മൈൻഡ് സെറ്റ്, ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാന് ബ്രില്യന്റിന്റെ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്തത്. ഫസ്റ്റിലേക്ക് ഇപ്പൊ മാർച്ചില് 10th ബോർഡ് എക്സാം കഴിഞ്ഞു, ഏപ്രിലിൽ തന്നെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് കറക്റ്റ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോയി. ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് പോയി. പിന്നെ +1 പിന്നെ ഒരു പകുതി എത്തിയപ്പോ ഇത്തിരി ഡൗൺ ആയി. എന്താ റീസൺ? അത് ഇങ്ങനെ കളിച്ച് നടക്കും. അതിങ്ങനെ ഡൗൺ ആയി. പിന്നെ +1 +2 സ്കോളർഷിപ്പ് എക്സാം നടത്തും, +1 ഫുൾ സിലബസ്. അപ്പൊ ആ ഒരു എക്സാം അടുത്തപ്പോഴാണ് പിന്നെ വീണ്ടും ഒരു സീരിയസ്നെസ് വന്നത്. പിന്നെ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു. എന്നിട്ട് അതില് അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടി. പിന്നെ +2 എന്തായാലും ഞാൻ തീരുമാനിച്ചു നീ +1 പോലെ ഉഴപ്പി നടക്കുക. അപ്പം +2 നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു റാങ്കിലേക്ക്, കേരളത്തിൽ ടോപ്പ് 10 എത്താൻ കഴിഞ്ഞു. ഓക്കെ. ഇതില് 2 എക്സാംസ് നമ്മൾ എടുക്കുക. അപ്പൊ ജെയ് മെയിൻസ് ആൻഡ് ജെയ് അഡ്വാൻസ്ഡ്, രണ്ടും ഡിഫറെന്റ് സ്വഭാവമുള്ള എക്സാംസ് ആണ്. ഫസ്റ്റ് ജെയ് മെയിനില് എന്തായിരുന്നു ഒരു ഫസ്റ്റ് ലെവൽ സ്ട്രാറ്റജി? ജെയ് മെയിനിന് എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത്? ജെയ് മെയിന് നമുക്ക് അവിടെ ബ്രില്യന്റില് ഒരു സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേന് സിലബസ് കഴിഞ്ഞിരുന്നു. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് യൂണിറ്റ് വൈസ് എക്സാം ഉണ്ടായിരുന്നു, പിന്നെ ഫുൾ സിലബസ്. അവരെന്താണോ പറഞ്ഞത് ഇങ്ങനെ ഫോളോ ചെയ്ത് പോയി. അതിന് കറക്റ്റ് നമ്മളെ ഒരു എഫേർട്ടാണ് മെയിന്. അതിന് പറ്റിയ നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ച് ക്ലാസ്സസ് കാണുക, നമ്മളെ എക്സാംസ് എഴുതുക. നമ്മൾ നമ്മുടേതായിട്ടൊന്നും ഇൻവെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മളൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയായാലും ആ സിസ്റ്റം ഫോളോ ചെയ്യാം. റൈറ്റ്. എക്സാംസ് എഴുതുക. പിന്നെ ഈ +1 റിവിഷൻ എങ്ങനെയായിരുന്നു +2ന്റെ കൂടെ? +1 റിവിഷന് ഞാൻ +1 ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ഡൗൺ ആയത്. അപ്പൊ ഇത്തിരി പഠിക്കാതെ പോയ ഇത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്, അങ്ങോട്ട് അഡ്വാൻസ് ലെവലിലോട്ടൊന്നും പഠിച്ചില്ല. അതൊക്കെ ഈ +2 ചാപ്റ്റർ സിലബസ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇങ്ങനെ നോക്കി പോയി. പിന്നെ ആ യൂണിറ്റ് വൈസ് ജെയ് മെയിൻ മോഡൽ എക്സാം വരുമ്പോ അതിന്റെ പ്രീവിയസ് ഇയർ മാക്സിമം ചെയ്തു +1. ഒരു മെറ്റീരിയൽ ഒക്കെ ഫോളോ ചെയ്യുമ്പോ നമ്മള് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോ ഇങ്ങനെ പ്രീവിയസ് ഇയറിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു, എങ്ങനെയാണ്? ഞാൻ സിലബസ് എടുക്കുന്ന ടൈമില് മെയിനായിട്ട് ബ്രില്യന്റിന്റെ മെറ്റീരിയലും പിന്നെ വേറെ ഇത്തിരി ചില ബുക്സ് അവിടെ ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ആ ഒരു സിലബസ് കഴിഞ്ഞതിന് ശേഷം ഫുൾ പ്രീവിയസ് ഇയർ ആണ് ജെയ് മെയിൻ ചെയ്തത്. ഓക്കെ, ഫൈൻ. പിന്നെ ജെയ് മെയിനിൽ ജനുവരിയിൽ തന്നെ എത്ര പെർസെന്റേജ് കിട്ടിയത്? ജനുവരിയിൽ 99.69. ഓക്കെ. അത് ഏപ്രിലിൽ 99.96. ഓക്കെ, ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തു. ഓക്കെ. ഈ ജനുവരി ടു ഏപ്രിൽ മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, അതോ കംപ്ലീറ്റ്ലി അഡ്വാൻസിന് വേണ്ടിയിട്ടാണോ? എങ്ങനെ, എന്തായിരുന്നു സ്ട്രാറ്റജി? ഞാൻ പഠിച്ചത് ഫുൾ അഡ്വാൻസിന് വേണ്ടിട്ട് തന്നെയായിരുന്നു. പിന്നെ ബ്രില്യന്റിന്റെ എക്സാം മെയിൻസിന്റെ വരുമ്പോ അത് എഴുതും. അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ എന്തായിരുന്നു? എന്ന് മുതൽ ആക്ച്വലി തുടങ്ങിയത്? അഡ്വാൻസിന്റെ ഫസ്റ്റ് തന്നെ ബ്രില്യന്റിലെ സിസ്റ്റം അഡ്വാൻസ് ലെവലിൽ തന്നെയായിരുന്നു. മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ലെവൽ 1 ലെവൽ 2 ആക്കിയിട്ട് തരം തിരിച്ചിട്ടായിരുന്നു. ലെവൽ 2 ഒക്കെ പക്ക അഡ്വാൻസ് തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ പഠിച്ചു. പിന്നെ ലാസ്റ്റിലായിട്ട് ജെയ് മെയിൻ കഴിഞ്ഞപ്പോ വേറൊരു റിവിഷൻ മെറ്റീരിയൽ പോലെ വന്നിരുന്നു. അത് അതൊക്കെ ഇത്തിരി ബിയോണ്ട് അഡ്വാൻസ് ആണ്, അതിനായിട്ട് ലെവൽ കൂടിയതാണ്. എന്നാലും അത് ചെയ്യുമ്പോ നമുക്കൊരു തിങ്കിങ്ങിലോട്ട് വരുമല്ല. അപ്പൊ ഒരു ജനുവരിക്ക് ശേഷം എന്തായാലും ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് അഡ്വാൻസ് തന്നെ പ്രിപ്പയർ ചെയ്തു. റൈറ്റ്. ഇപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രില്യന്റിലോ എവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽ ഉണ്ടാവും. അതിന് ബിയോണ്ട് എന്തെങ്കിലും മെറ്റീരിയൽസോ കാര്യങ്ങളോ മായർ എന്തൊക്കെയാണ് യൂസ് ചെയ്ത്? ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ബുക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിരുന്നോ? എന്തൊക്കെ റെഫർ ചെയ്തിരുന്നോ? ഞാന് യൂസ് ചെയ്തിരുന്നത് ഫിസിക്സിന് ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു DC പാണ്ഡേന്റെ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു ബുക്ക് ഉണ്ട്. അത് അവിടെ ഫുള്ള് ചെയ്തിട്ടൊന്നുമില്ല, അവിടെ ചില ചാപ്റ്റേഴ്സ്. നല്ലൊരു മറ്റേ എന്താ പാർട്ടാക്കിയിട്ടുള്ള തിയറി ഒക്കെ ഉള്ളതാണെങ്കിലും നല്ല ബുക്കാണ്, ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫിസിക്സിന് ലാസ്റ്റിലേക്ക് അഡ്വാൻസിന് വേണ്ടിയിട്ട് പാത്ത് ഫൈൻഡർ ഇത്തിരി ചെയ്തിരുന്നു. അത് പാത്ത് ഫൈൻഡർ ഒക്കെ ഒരു ഒളിമ്പ്യാഡ് ലെവലാണ്, അതിന്റെ ഒരു ലെവൽ 1 ലെവൽ 2 ഒക്കെ ചെയ്താ മതി. പിന്നെ മാത്സിന് വേണ്ടിയിട്ട് ഞാൻ സമീർ ബൻസാലിന്റെ 1000 ചാലഞ്ചിങ് പ്രോബ്ലംസ് അത് ഇത്തിരി ചെയ്തിരുന്നു. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് MS ചൗഹാൻ ഇത്തിരി ചെയ്തിരുന്നു. ഫിസിക്കലിനാണെങ്കിൽ നരേന്ദ്ര അവസ്ഥി. പിന്നെ ഓർഗാനിക്കിന് പിന്നെ NCERT മാത്രം മതി.
NCERT മാത്രം മതി, അത് കറക്റ്റ് NCERT തന്നെ ഫോളോ ചെയ്തു. പിന്നെ വേറെ എന്തെങ്കിലും ടെസ്റ്റ് സീരീസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഞാൻ JEE എക്സാമിന്റെ ഒരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ JEE അഡ്വാൻസിന് എന്താണ് ഓൺലൈനിൽ ഇത്തിരി കിട്ടിയ ഫിജിന്റെ പണ്ടത്തെ ടെസ്റ്റ് സീരീസ് 1-2 പേപ്പറൊക്കെ ചെയ്തിരുന്നു. ഇതിലെല്ലാ കുട്ടികൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ എങ്ങനെ സ്കൂളിന്റെ കൂടെ നമ്മള് മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ എക്സാം വൈ ജയിലൊക്കെ പഠിക്കുമ്പോൾ പല കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ സ്കൂളിൽ ഇതേപോലെ ഓൺ ഗോയിങ് ബാച്ചിലുണ്ടത്, എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? അത് ഞാൻ സ്കൂളിൽ അധികം ഫോക്കസ് ഒന്നും കൊടുത്തിട്ടില്ല. സ്കൂള് പോവും, ക്ലാസ് കേൾക്കും, അത് ഓൾറെഡി ബ്രില്യന്റിൽ എടുത്ത ചാപ്റ്റേഴ്സ് ആയിരിക്കും, അതൊരു റിവിഷൻ എന്നുള്ള പോലെ, തിയറി റിവിഷൻ എന്നുള്ള പോലെ ആവും. പിന്നെ സ്കൂളില് ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ ഇത് മെറ്റീരിയൽ ചെയ്യായിരുന്നു. അല്ല പിന്നെ അത് സ്കൂളിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? അല്ലെ സ്കൂളുകാർ നമ്മുടെ ഒരു ഡ്രീമിനോട് അലൈൻഡ് ആയിരുന്നു? എന്താണ് സ്കൂളില് ക്ലാസ് ടീച്ചർ അരൂപ മിസ് നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ ലീവ് എടുത്താലൊക്കെ അതൊന്നും വലിയ പ്രശ്നമാക്കിയില്ലായിരുന്നു. അപ്പൊ ശരിക്കും സ്കൂളിന്റെ ഒരു സപ്പോർട്ട് പല കുട്ടികൾക്കും കിട്ടാതെ പോകുന്ന ഒരു സംഭവം ഇതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് കേൾക്കുന്ന അധ്യാപകർ, സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഇടയിൽ ഇങ്ങനെ JEE അഡ്വാൻസ്ഡിനും മെയിൻസിനൊക്കെ വേണ്ടി നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന മികച്ച ഒരുപാട് കുട്ടികളുണ്ടാവും. അവരുടെ ഡ്രീംസിലോട്ട് നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇതാ കുറച്ചൊരു സമയം ഒന്ന് എക്സ്ട്രാ കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് അവിടെ നിന്ന് അത് അച്ചീവ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഏത് സ്കൂളിലാണ് പഠിച്ചത് പറഞ്ഞില്ല? ഞാൻ +1 + 2 പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള റഹ്മാനിയ HSSലാണ്. 10th വരെ പഠിച്ചത് രാമനാട്ടുകര നെസ്റ്റ് പബ്ലിക് സ്കൂളിലാണ്. അപ്പൊ 2 സ്കൂൾസിനും, നെസ്റ്റ് പബ്ലിക് സ്കൂളിനും അതേപോലെ റഹ്മാനിയ സ്കൂളിലെയും അധികൃതർക്കും ടീച്ചർമാർക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് നമ്മൾ പറയുകയാണ്. ഈ സ്കൂളിന്റെ കൂടെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്? സ്കൂൾ ടൈമിൽ ബിയോണ്ട് ഒരു റൂട്ടീൻ എന്തായിരുന്നു മാഹിറിന്റെ? ഞാൻ സ്കൂളില് വിട്ട് കഴിഞ്ഞ് വന്നാല് സ്കൂളിൽ എന്തെങ്കിലും ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ബാക്കി ഫുൾ ടൈം JEEക്ക് വേണ്ടിട്ട് തന്നെയായിരുന്നു പഠിച്ചത്. പിന്നെ ഈ മോഡൽ എക്സാംസിനൊക്കെ കുറെ അനാവശ്യമായിട്ട് കുറെ ലീവ് ഉണ്ട്, അതൊക്കെ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നു. ഓക്കെ. സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ എങ്ങനെയുണ്ട്? സോഷ്യൽ മീഡിയ ഞാൻ +1 Instagram ഒക്കെ യൂസ് ചെയ്തിരുന്നു. +2 ഫുള്ള് യൂട്യൂബ് നോക്കലുണ്ട്. അത് പക്ഷെ അതിനൊരു അഡിക്റ്റ് ആയി മാറുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വേറെ എന്തൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ്? ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറെ ആയിരുന്നു. ഞാൻ 10th വരെ ഫുട്ബോളൊക്കെ ആണ് കളിക്കുക. +1 + 2 ആയപ്പോ കുറഞ്ഞിരിക്കണേ, പക്ഷെ അവരോട് ഉണ്ടായിരുന്നു അങ്ങനെ ഇടക്ക് എന്തെങ്കിലും ഫൈനലൊക്കെ വരികയാണെങ്കിൽ ഫുട്ബോൾ കളി കാണുക ചെയ്യും. ഓക്കെ, അതുണ്ട്. റൈറ്റ്. ഇനി ഓരോ സബ്ജക്ട്സ് വൈസ് ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഇതിന് ഓരോന്നിനും എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അല്ലെ എന്താണ്, എങ്ങനെയാണ് ഒരു ഹൗ ഷുഡ് സമൺ ഗോ അബൌട്ട് ഇറ്റ് ഓരോന്നിന്റെയും പ്രിപ്പറേഷൻ? ഫിസിക്സ് കൺസെപ്റ്റ്സ് നല്ല മനസ്സിലാക്കുക, അത് കറക്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിലാണ് ഇമ്പോർട്ടൻസ്. മാത്സ് ആണെങ്കിലും ഇതൊക്കെ തന്നെ. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. മെയിൻസിലാണെങ്കിൽ മാത്സ് നല്ല ടഫ്. NCERT ലെവലിൽ നിന്ന് തുടങ്ങിയിരുന്നോ? ഫസ്റ്റ് NCERT ക്വസ്റ്റ്യൻസ് ചെയ്ത് പിന്നെ അങ്ങനെ NCERT നമുക്ക് ബ്രില്യന്റിൽ ക്ലാസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഈസി ക്വസ്റ്റ്യൻ ചെയ്യും, അങ്ങനെ തന്നെ പോലെ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ NCERT ഒന്നും ചെയ്തില്ല, ബ്രില്യന്റിന്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരുന്നത്. മാത്സിനൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ്. എത്ര അവേഴ്സ് ക്ലാസ്സിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഒരു വീക്ക്ലി ബേസിസിലൊക്കെ? ക്ലാസ്സിന് സൺഡേ 8:30 to ഈവനിങ് ഫുൾ ഡേ ക്ലാസ് 5:30 വരെ ക്ലാസ് ഉണ്ടാവും. പിന്നെ എന്താണ് വീക്ക്ലി 3 days 2 hour ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഓൺലൈൻ ക്ലാസ് ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ ഒക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് കൂടിയാണ് എന്ത് ചെയ്യുന്നത് മാഹിറിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് പറയുന്നത്. പ്രൊവൈഡഡ് നമ്മൾ വളരെ ഡിലിജന്റ്ലി ഡിസിപ്ലിൻഡ് ആയിട്ട് ഇത് ഫോളോ ചെയ്താൽ. റൈറ്റ്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്താണ്? നല്ല റാങ്ക് കിട്ടി, ഇനി എന്താണ്? ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് IIT മദ്രാസ് CS കിട്ടുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, അല്ലെങ്കിൽ പിന്നെ IIT ഡൽഹി CS ഡബിൾ ഡിഗ്രിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഫീൽഡിലോട്ട് പോകണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒക്കെ മനസ്സിലുണ്ടോ? അത് എന്താണ്? അത് കഴിഞ്ഞ് നല്ലൊരു ജോബ് കയറണം തന്നെയാണ്. എന്റെ ഇപ്പൊ കുറെ കാലമായിട്ട് ഗൾഫിൽ പണിയെടുക്കാണ്, അപ്പൊ ഇപ്പനെ റിട്ടയർ ചെയ്ത് നാട്ടിലോട്ട് കൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എന്തായാലും മാഹിറിന്റെ ഒരു വിജയം ഈ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് ആളുകളുടെ ഒരു വിജയമാണ് അല്ലെ. മാഹിറിന്റെ ഒരു വലിയൊരു എഫേർട്ട് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മാഹിറിന്റെ ഉപ്പയും ഉമ്മയും
ഫാമിലി ഉണ്ട്, മാഹിറിന്റെ സ്കൂൾ ഉണ്ട്, കോച്ചിങ് ഉണ്ട്, എല്ലാവരുടെയും ഒരു എന്താ പറയാ ഒരുപാട് ആളുകളുടെ ഒരു സപ്പോർട്ടാണ് ആക്ച്വലി മാഹിറിനെ ഒരു വിജയത്തിൽ എത്തിച്ചത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എനിക്ക് മാഹിറിന്റെ ഒരു സ്റ്റോറിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അതായത് ജെ അഡ്വാൻസ്ഡിന് ഒരു 1000-ൽ താഴെ റാങ്ക് വാങ്ങുക എന്നുള്ളത് ഇറ്റ്സ് ബൈ നോ മീൻസ് എന്താ പറയാ ഒരു ഈസി ടാസ്കേ അല്ല. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. ഇപ്പോഴല്ല, കുറച്ചു കാലം മുമ്പാണെങ്കിൽ പോലും ഒരു 1000,000 ഉള്ളിലൊക്കെ റാങ്ക്, അതും ഒരു +2ന്റെ കൂടെ തന്നെ വാങ്ങുക എന്നുള്ളത് ഹൈലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഹൈലി എന്താ പറയാ എഫേർട്ട് കൃത്യമായി ചാനലൈസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്റഗ്രേറ്റഡ് സ്കൂളുകളും അത്തരത്തിലുള്ള ഒരു വളരെ എന്താ പറയാ ഡീപ്പായിട്ടുള്ള ഒരു കോച്ചിങ് കൾച്ചറുള്ള ഒരു സമയത്ത് ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ പഠിച്ച് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് പ്ലസ് ഓൺലൈൻ ആയിട്ടും ഹൈബ്രിഡ് ആ രീതിയിലൊക്കെ കോച്ചിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ടൊരു സിസ്റ്റം ഫോളോ ചെയ്യും. മായർ പറഞ്ഞത് ആ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് മായർ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ കറക്റ്റ് വായിച്ചെടുക്കാൻ പറ്റും. അതായത് എല്ലാവരും, ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, എല്ലാവരും ചോദിക്കുന്ന കാര്യം ഏതാണ് ഏറ്റവും ബെസ്റ്റ് ബുക്ക്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് സീരീസ്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആരാണ് ഏറ്റവും ബെസ്റ്റ് അധ്യാപകൻ, ഇതിങ്ങനെ തെരഞ്ഞ് ഇത് ഗൂഗിൾ ചെയ്ത് ഇത് യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു സിസ്റ്റത്തിൽ വിശ്വസിച്ച് അല്ലെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവരെന്ത് പറയുന്നു എന്നുള്ളത് അത് കേൾക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ചെയ്യാനുള്ളത് എന്നുള്ളത് ആണ് ശരിക്കും ഇതിനുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെ, അതാണ് എനിക്കൊന്ന് മായർ പറയാതെ പറഞ്ഞൊരു കാര്യം. എന്താ തോന്നുന്നു? അതന്നെയാണ്, നല്ല ബ്രില്യന്റ് പഠിക്കാനുള്ള നല്ലൊരു സാഹചര്യം ഒരുക്കി തന്നു. ഞാൻ അത് ഉപയോഗിച്ചു, അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു. എന്തായാലും മാഹിറിന്റെ കൂടുതൽ അംബീഷൻസ് എന്നുള്ളത് IIT മദ്രാസിലോ അല്ലെങ്കിൽ IIT ഡൽഹിയിലോ ഒക്കെ പോയി കമ്പ്യൂട്ടർ സയൻസും അതേപോലെ അല്ലെങ്കിൽ AI ഒക്കെ പഠിക്കാൻ സാധിക്കട്ടെ, ഫ്യൂച്ചറിൽ നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് മാറട്ടെ, കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഒരു സൊസൈറ്റിക്ക് നടത്താനും മേ ബി കൂടുതൽ വാല്യബിൾ ആയിട്ടുള്ള, എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യം, ഒരു ജോബ് എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കാതെ ഇപ്പൊ നമ്മൾ ഒരു +2 കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു ജോബ് എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നും. മേ ബി ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ കൂടുതൽ റിസർച്ചിലോട്ടോ അല്ലെങ്കിൽ കൂടുതൽ പഠനത്തിലോട്ടൊക്കെ പോകാന് മായറിന് സാധിക്കണം. അതൊക്കെ ഒന്ന് ആലോചിച്ച് തുടങ്ങാനൊക്കെ സമയമുണ്ട്. ആലോചിച്ച് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് ഈ സൈഡിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്. ആൻഡ് എനിവേ കൺഗ്രാചുലേഷൻസ് അഗെയിൻ. അപ്പൊ നമുക്ക് കൂടുതൽ ആളുകൾക്ക് മായറിന്റെ ഒരു വിജയം പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.